പിന്നെ കുറേ നാളുകൊണ്ടൊന്നും വീഡിയോ ഇട്ടില്ല. എൻ്റെ യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് തന്നെ മറന്നുപോയി. ഞാൻ ലിറ്ററലി ഞാൻ മറന്നുപോയി. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര സൗണ്ടൊക്കെ കേൾക്കും. പ്ലീസ് അത് മൈൻഡ് ചെയ്യാതിരിക്കുക. അതുമല്ല ഇവിടെ എനിക്കത്ര മൈക്കും ഇല്ല. എൻ്റെ വോയിസിന് ഭയങ്കര സൗണ്ടായിരിക്കും. നിങ്ങളതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്താൽ മതി. നിങ്ങൾ ഇഷ്ടപ്പെട്ടില്ലേ ഒരു കമൻറ്റും കിട്ടേരെ, കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ബ്രാൻഡ് ന്യൂ വേൾഡ് ക്രാഫ്റ്റ് ചെയ്യാം. ഗൈസ്, എനിക്കിത് മൈൻക്രാഫ്റ്റ് കളിക്കുമെന്ന് വെച്ചാൽ സെറ്റായിട്ട് കളിക്കില്ല. ഞാൻ ഇതുവരെ നോർമലി കിടക്കട്ടെ, ഇതുവരെ ഞാൻ മൈൻക്രാഫ്റ്റ് സർവൈവലിൽ ബീറ്റ് ചെയ്തിട്ടില്ല. ക്രിയേറ്റീവിൽ ഞാൻ കളിക്കും സർവൈവൽ, ചിലപ്പോൾ ഡയമണ്ട് ആർമർ വരെയൊക്കെ ആക്കും. പക്ഷേ എന്നിട്ട് എന്തെങ്കിലും കാരണം കൊണ്ട് ഞാൻ ക്രിയേറ്റീവ് പോവും. എന്നിട്ട് ഞാൻ പിന്നെ ഇതുവരെ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. എനിക്ക് പിന്നെ വേറൊരു കാര്യം, എനിക്ക് മറ്റേ ഈ ടച്ച് കുറച്ച് എന്ന് വെച്ചാൽ ഒരു സംഭവം ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ബോണസ് സിസ്റ്റം ഒന്നും വേണ്ട, കോർഡിനേറ്റ്സ് വേണം നമുക്ക്. പിന്നെ ഒന്നും വേണ്ട നമുക്ക്. സർവൈവലെല്ലാം സെറ്റ് തന്നെ. നമ്മളെ വേർഡിന് ഫസ്റ്റ് യൂട്യൂബ് എന്ന് വെച്ചാൽ ഞാൻ ഇട്ടേക്കണ സിമ്മാണ്. നമ്മൾ പേരൊക്കെ മാറ്റിക്കോളൂ. നമ്മൾ സിമ്മ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലോഡാവണേ നിങ്ങൾ വെയിറ്റ് ചെയ്യും. ഓക്കെ, ലോഡായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ലോഡാവും. നിങ്ങൾക്ക് ഭയങ്കര ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര സൗണ്ട് കേൾക്കുമായിരിക്കും ചിലപ്പോൾ. നിങ്ങളൊന്ന് ആണ്ടേ, ഞാൻ ഇത് ഇട്ടേക്കണ കണ്ടോ? ലാഗ് ഗെയിം ക്രാഷായി. എൻ്റെ ഫോൺ അത്ര ഭയങ്കര പവറുള്ള സംഭവമല്ലേ. അപ്പോൾ ഞാൻ കൺട്രോൾസ് മാറ്റി അയ്യോ ഇതൊക്കെ എന്ത് എവിടെ അയ്യോ ആഡ് ഗായ്സ്, എൻ്റെ ഒരു ആഡ് കയറി വന്നു ഗായ്സ്. ഞാൻ ഇപ്പോൾ നെറ്റ് വരെ ഓഫ് ആക്കിയിട്ടാണ് കളിക്കുന്നത്. അതായത് ക്രാഫ്റ്റ് മാനാണ്, മൈൻക്രാഫ്റ്റ് അല്ല. മൈൻക്രാഫ്റ്റ് കളിച്ചില്ല. മൈൻക്രാഫ്റ്റ് ഇട്ട് കളിക്കാൻ നമുക്ക് ജസ്റ്റ് ഇപ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്യണം. ഞാൻ അടുത്ത വീഡിയോയിൽ ചിലപ്പോൾ ഞാൻ ഫ്രീ ഫയർ ഇടും. എൻ്റെ ഫ്രീ ഫയറിലെ ID തന്നെ ഞാൻ മറന്നുപോയി. ID ഞാൻ പറഞ്ഞുതരാം. എൻ്റെ അക്കൗണ്ടിൻ്റെ പേര് മറ്റേ നറൂട്ടോ 312 ആണ്. സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. കൺട്രോൾ ടച്ച് ഓക്കെ. നമ്മൾ സ്പ്രൂസിലാണ് സ്പോണായത്. അപ്പോൾ സ്പ്രൂസിൽ നിന്ന് സ്പോണായ പിന്നെ അല്ല ഇവിടെ സ്പ്ലിറ്റ് കൺട്രോൾ. അല്ലെങ്കിൽ എല്ലാണോ ന്യൂബെന്ന് വിചാരിക്കും. കുറച്ച് ന്യൂബ് തന്നെയാണ് ഞാൻ ഇതുവരെ ഈ സ്പ്ലിറ്റ് കൺട്രോൾ ഇട്ട് കളിച്ചിട്ടില്ല. അപ്പം ബ്ലോക്കൊന്നും പൊട്ടിക്കാനുള്ള അത്ര ലാഗാണ്. കുറച്ചിങ്ങനെ പൊട്ടിച്ചേക്കാം. ഓക്കെ, അല്ലെങ്കിൽ ക്രിട്ട് അടിക്കും. നിങ്ങൾക്ക് ചിലപ്പോൾ അറിഞ്ഞൂടായിരിക്കും. ചിലപ്പോൾ ഇത്ര ലാഗ് ഭയങ്കര ലാഗില്ലേ. അവിടെ ജമ്പ് ചെയ്തിട്ട് അങ്ങനെ അടിക്കുന്നത്. ഇത്ര ലാഗ് അടിച്ച നേരത്തെ ഇത്ര ലാഗില്ലായിരുന്നല്ലോ. ഫ്ലവർ വാലി ഒന്നുണ്ടേ ഫ്രെയിം റേറ്റ് നല്ലല്ലോ പറഞ്ഞു. ഉണ്ടോ ഈ ജോയിസ്റ്റിക്ക് ആയതുകൊണ്ട് എനിക്ക് ഒട്ടും കളിയാനേ അറിഞ്ഞൂടെ. വേണ്ട ഗൈസ്, ഞാനൊന്ന് സെറ്റാക്കിയിട്ട് നിങ്ങൾക്ക് എല്ലാം സെറ്റാക്കിയിട്ട് വേണം, അല്ലെങ്കിൽ ഭയങ്കര ലാഗായിരിക്കും. അപ്പോൾ ഗൈസ്, അപ്പോൾ ഞാനൊന്ന്
ഞാൻ അധികം ഇങ്ങനെ അനങ്ങുമ്പോൾ ഫ്രെയിം റേറ്റ് കുറഞ്ഞു. ഞാൻ മറ്റേ എൻ്റെ ഇത് മാറ്റി. ഞാൻ അപ്പോൾ കുറച്ച് ന്യൂബാണല്ലേ, അപ്പം ഞാൻ എല്ലാം ഒന്ന് ചെറുതായി പ്രാക്ടീസ് ചെയ്തിട്ടൊക്കെ നമ്മൾ കാണാം. ഞാൻ ഇത്ര ലാഗ് അടിക്കുന്ന എന്തെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. മറ്റേ അല്ലേ, ഞാൻ മറ്റേ ഫ്ലവർ വാലിയിലായോണ്ടേ ഭയങ്കര ലാഗാണ്. അവിടെ കുറേ പൂക്കൾ ഇങ്ങനെ കളർ ചെയ്ത് ഇതാക്കുമ്പോഴേ ഭയങ്കര ഇതാണ്. ഒരു പിക്കാക്സ് മതി, ഒരു സ്റ്റോണിൻ്റെ പിക്കാക്സ് ഒക്കെ ഉണ്ടാക്കി. പിന്നെ സ്റ്റോണിൻ്റെ ടൂൾസിലോട്ട് ആദ്യം ചെയ്യുന്നതാണ് ഫസ്റ്റ് സ്റ്റോണിൻ്റെ ടൂൾസ് ബോക്സ് മാറ്റണം. നിങ്ങൾക്ക് കണ്ട ഈ ഡീപ്പാഡി കളിക്കണം കാണുമ്പോൾ എന്തോരാണ് കാര്യമല്ലേ. ഞാൻ എല്ലാം ചെയ്ത് സെറ്റായിട്ട് വരുമ്പോൾ എല്ലാം നമ്മളെ ഈ വീഡിയോയുടെ ഇത് റെസൊല്യൂഷൻ ഭയങ്കരമായിട്ട് കുറയും. ഐറൺ കിട്ടി, ഐറൺ കിട്ടി. കണ്ട ചിലപ്പോൾ ഫ്രെയിം റേറ്റ് അങ്ങ് കുറഞ്ഞോണ്ട് സ്റ്റക്കായിപ്പോയി. കണ്ടോ, ചിലപ്പോൾ ഭയങ്കര അങ്ങനെ ലാഗടിക്കും, ചിലപ്പോൾ ഒട്ടും ഒരു ഇമ്മിണി വല്ല കാണില്ല. ഗായ്സ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാണ്. അപ്പം ഞാൻ ഇത് കൊണ്ട് മൈൻക്രാഫ്റ്റ് വല്ല സെർവറിൽ അങ്ങനെ റെക്കോർഡ് ചെയ്ത് കളിച്ചാൽ സത്യം. ഞാനൊരു പിക്കാക്സ് ഉണ്ടാക്കിയത് സ്റ്റോണും പൊട്ടിയാൻ പറ്റും. എടാ എക്സ്റേ കിട്ടിയാണ്, ഒരു ദിവസത്തേക്ക് എക്സ്റേ ആയതാണ്. എന്തുവാണ് എൻ്റെ ഫോൺ പെട്ടെന്ന് തന്നെ എല്ലാം സെറ്റാക്കും ഗൈസ്. ഇപ്പം റെക്കോർഡ് ചെയ്യാൻ ഭയങ്കരമായിട്ട് ഞാൻ എല്ലാ സാധനങ്ങളൊക്കെ ഇതാക്കിയാണ്. എൻ്റെ കുറച്ച് ഇതെന്ന് പറഞ്ഞാൽ ഒരു ഐറൺ ആർമർ ഉണ്ടാക്കുന്നതാണ്. ഫസ്റ്റ് ഐറൺ ആർമർ ഒന്നും ഉണ്ടാക്കൂല, ഒരു ചെറിയൊരു സംഭവം ഇല്ലേ. ഞാൻ ഒന്ന് എല്ലാം സെറ്റാക്കിയിട്ട് നിങ്ങളെ കാണിക്കാം. നോക്കൂ വയസ്സ് ഞാൻ ക്രിട്ട് അടിക്കുന്നു മക്കളെ. അയ്യോ ഇപ്പം ചത്ത, വെള്ളം ഇല്ലായിരുന്നപ്പോൾ ചത്ത. നൈറ്റ് ആറായി, പുള്ള കളികളൊന്നും ഇവിടെ നടക്കില്ല. ഇനിയായിരിക്കും പ്രൊഫഷണൽ ആൾക്കാർ. ഫ്രിഡ്ജ് ഉറപ്പാക്കിയിട്ടാണ് അറിയുക, അല്ലെങ്കിൽ ചത്തിരി. നിങ്ങൾക്ക് ഇപ്പോൾ വല്ല കുറേ ആൾക്കാരുണ്ടെങ്കിൽ ഒട്ടും ക്രിട്ടടിക്കാൻ നോക്കല്ലേ, ദൂരെ നിന്ന് ക്രിട്ടടിക്കാൻ പരമാവധി നോക്കണം. ഹോസ്റ്റൈൽ മൊബൈൽ സാധാരണ മറ്റേ നമ്മളെ തോന്നുന്നു ഇവിടെ വല്ല ഇതുണ്ടോ? അല്ലല്ല, തെറ്റിപ്പോയതാ. ഞാൻ മറ്റേ ഇത് ചെയ്യുന്നില്ല, ഞാൻ മൂവ് ചെയ്യുന്നില്ല. അങ്ങനെ മൂവിയിൽ നിന്നല്ല, ഞാൻ ഇങ്ങനെ പെട്ടെന്ന് പോകുന്നില്ല. എനിക്ക് സാപ്ലിങ് വേണം. ഞാൻ സാപ്ലിങ് കാരി വൺ സാപ്ലിങ് ബ്രോ. എനിക്ക് കുഴപ്പമില്ല, അല്ല റെക്കോർഡ് അങ്ങനെ ചെയ്യുമ്പോൾ നല്ല ലാഗ് അടിക്കുന്നത്. അത് എല്ലാ ഫോണും അങ്ങനെ തന്നെ, റെക്കോർഡ് ചെയ്യുമ്പോഴാണ് ലാഗ് അടിക്കുക. അത്ര ലാഗ് കാണൂല. ഞാൻ ഇത് 2-3 പാർട്ടാക്കിയായിരിക്കും ഇടുന്നത്.
ഞാൻ കുറേ കട്ട് ചെയ്ത് കാണും. കുറേ നേരം ഇത്ര എൻ്റെ ഫോണിൽ കാണാൻ നോക്കില്ല. താങ്ങാനൊക്കെ നോക്കും, പക്ഷെ ഇത്ര ഇട്ടാൽ ചെറിയ ലാഗ് അടിക്കും. എൻ്റെ ഫോണിൽ കുറേ വീഡിയോ കുഴപ്പമുണ്ട്. ഞാൻ ഓരോ ഫോണിൻ്റെ എല്ലാത്തിൻ്റെയും ഡൗൺലോഡ് ചെയ്തിട്ടേക്കുന്നുണ്ട് വീഡിയോ ഒക്കെ എടുക്കുക. അപ്പോൾ ഇതെല്ലാം ഡിലീറ്റ് ചെയ്ത് എല്ലാം സെറ്റാക്കി വെക്കണം. എൻ്റെ കുറേ ചളി ഗെയിമും എല്ലാം ഉണ്ട്. അപ്പോൾ എൻ്റെ 64 സ്റ്റോറേജാണ്, 64 സ്റ്റോറേജാണ്, പിന്നെ 4 GB റാം. അപ്പോൾ നല്ല ഇപ്പം ചാവുന്നു ഒക്കെ അറിഞ്ഞു ഇങ്ങനെ ചിലപ്പോൾ ഞാൻ ഒരു കുഴി ട്രാപ്പായിപ്പോയോന്ന് ആലോചിക്കുകയാണ്. ഞാൻ ലൈറ്റ് കൂട്ടിയിട്ടെ. ആലോചിക്കാൻ കൂടി പോയി. ചത്തിരി ഒറ്റടി ചാവും, ആ ഒറ്റടി ഞാൻ കൊല്ലും എന്നെ. ഈസി ഇടാനുള്ളതായിരുന്നു, അല്ലല്ല ആടിടാനുള്ളതായിരുന്നു. പിന്നെ ഞാൻ പ്രൊഫഷണൽ ആളാണ്, നിങ്ങൾക്ക് അറിഞ്ഞൂടാ ഗൈസ്. ഓക്കെ, കുറച്ച് തള്ളു കുറയ്ക്കല്ലേ, ഇത്ര തള്ളു വേണ്ടല്ലേ, എന്നാലും ഇരിക്കട്ട് ഗൈസ്. ഫുഡ് കുക്കായിട്ട് കാണാം.